Hi students, today we discuss about the subshell electronic configuration in short form. That is another way of writing subshell electronic configuration. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാൻ സാധിക്കും. അതിനായിട്ട് ഫസ്റ്റ് വി നോ അബൌട്ട് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം, നിയോൺ ആൻഡ് ആർഗോൺ. ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും ആർഗോണിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഹീലിയം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18. ഹീലിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2. ഓക്കെ, നിയോൺ എഴുതുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2, 2s2, 2p6. ഓക്കെ, ആർഗൺ എല്ലാവരും ഒരു ബുക്കും പെന്നുമായിട്ട് വേണം ക്ലാസ് കേൾക്കാനിരിക്കേണ്ടത്. ആർഗണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും ഒന്ന് എഴുതും. ഫസ്റ്റ് 1s2, then 2s2, 2p6, 3s2, 3p6. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ എലമെൻസിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതേത് ഗ്രൂപ്പ് എലമെൻസ് ആയിട്ട് വരും? 18th ഗ്രൂപ്പിൻ്റെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണിവ. ഇവയുടെ പേര് നോബിൾ ഗ്യാസസ് എന്ന പേരിൽ അറിയപ്പെടും. ഇനിയും ഉണ്ട് 3 മറ്റ് മൂലകങ്ങളും കൂടി. ആരൊക്കെയാണത്? ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. 118ാമത്തെ മൂലകവും ഈ ഗ്രൂപ്പിലാണ് വരുന്നത്, OG എന്ന സിമ്പലിൽ. അപ്പോൾ അത്രയ്ക്കൊന്നും നമ്മളിപ്പോൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും ഈ 3 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസിയസ്റ്റ് വേയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ. ഉദാഹരണമായിട്ട് നമുക്ക് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. നമുക്ക് അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം ഈസ് 11. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s1. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ എഴുതുന്ന പവർ ഇത് ഇലക്ട്രോണുകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. 2, 2, 4, 6, 10. ഇവിടം വരെ നമുക്ക് കൂട്ടുമ്പോൾ സംഖ്യ 10 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 വരുമ്പോൾ അറ്റോമിക് നമ്പർ ഉള്ള മൂലകം ഏതാണ്? എലമെൻറ്റ് നിയോൺ ആണ്. അപ്പോൾ ഇവിടം വരെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ എഴുതാം. ദ റിമൈനിങ് പാർട്ട് ഈസ് 3s1. ബാക്കി ഇവിടെ ഉള്ളത് 3s1 ആണ്. അപ്പോൾ നിയോൺ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബാക്കി നമുക്ക് 3s1 എഴുതാം. ഇതാണ് സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി വേയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, അനദർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഉദാഹരണമായിട്ട് വിച്ച് എലമെന്റ് ഈസ് ദിസ്? K. പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6, 3s2, 3p6, 4s1. നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കാം. 2, 4, 10, 12, 18. ഇവിടെ എത്തുമ്പോൾ എത്രയായി? 18 പൊട്ടാസ്യത്തിന് തൊട്ടു മുൻപുള്ള പ്രിസീഡിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. അപ്പോൾ 18 വരെ നമുക്ക് ആർഗൺ എഴുതാം. ഇവിടം വരെ ആകുമ്പോൾ ആർഗൺ ആകും. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ
ആർഗൺ ഇട്ടുകൊണ്ട് റിമൈനിങ് പാർട്ട് 4s1 നമുക്ക് എഴുതാം. This is the another way of writing subshell electronic configuration using symbol of noble gas elements in square bracket. അപ്പോൾ നമുക്ക് എലമെന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതുന്നത്. ലിഥിയം അറ്റോമിക് നമ്പർ 3. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s1. 1s2 എഴുതുമ്പോൾ 2 ഇലക്ട്രോണിൻ്റെ എണ്ണം. 2 ഇലക്ട്രോണിൻ്റെ എണ്ണം വരുന്നത് ഹീലിയം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് ഹീലിയം കൊടുക്കാം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഹീലിയം എഴുതിക്കൊണ്ട് 2s1 എഴുതണം. നെക്സ്റ്റ് ബെറീലിയം അറ്റോമിക് നമ്പർ 4. 1s2 2s2. 1s2 ആകുമ്പോൾ ഹീലിയം 2s2. ബോറോൺ 5. 1s2 2s2 2p1. 1s2 വരെ ഹീലിയം എഴുതി, ബാക്കി 2s2 2p1. 6 കാർബൺ. 1s2 2s2 2p2. 1s2ൻ്റെ അടുത്ത് നമ്മൾ ഹീലിയം കൊടുത്തു, റിമൈനിങ് പാർട്ട് 2s2 2p2. സിമിലർലി 7 നൈട്രജൻ. 1s2ൻ്റെ അടുത്ത് നമുക്ക് ഹീലിയം കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നമുക്ക് 9 ഫ്ലൂറിൻ വരെ ഇങ്ങനെ എഴുതാം. ഹീലിയം കൊടുത്തുകൊണ്ട് 8 ഓക്സിജൻ ആണ്. ഓക്സിജൻ വരുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണും കൂടെ കൂടും. ഹീലിയം കൊടുക്കാം, 2s2 2p4 വരും. അടുത്ത 9 ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ വരുമ്പോൾ നമുക്ക് 2p5 വരും. അപ്പോൾ അതുവരെ നമുക്ക് ഹീലിയത്തിൻ്റെ പ്രതീകം കൊടുത്തുകൊണ്ട് 9 വരെയുള്ള ഫ്ലൂറിൻ നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം. 10th അറ്റോമിക് നമ്പർ എലമെൻറ്റ് നിയോൺ ആണ്. 11 മുതൽ സോഡിയം മുതൽ നമുക്ക് നിയോൺ ഉപയോഗിക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ അറ്റോമിക് നമ്പർ 13 അലൂമിനിയം. എങ്ങനെ എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p6 3s2 3p1. 1s2 2s2 2p6 ഇവിടെ വരാകുമ്പോൾ 10 ആവും. 10 വരുമ്പോൾ നമുക്ക് നിയോൺ കൊടുക്കാം സ്ക്വയർ ബ്രാക്കറ്റിൽ. റിമൈനിങ് 3s2 3p1. ഇതാണ് അലൂമിനിയത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നിയോണിൻ്റെ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നു. അങ്ങനെ ഇത് എവിടം വരെ എഴുതാം? 13 ആയപ്പോൾ പി സ്റ്റാർട്ട് ചെയ്തു. 14 വരുമ്പോൾ 3p2 വരും. അപ്പോഴും നമുക്ക് 10 വരെ ഉള്ളതിന് നിയോൺ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 14 സിലിക്കൺ. 14. അപ്പോൾ ഇവിടം വരെ നമുക്ക് എന്ത് കൊടുക്കാം? നിയോൺ കൊടുക്കാം. റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് 3s2 3p2. ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്നതാണ്. അങ്ങനെ 14 ആയപ്പോൾ പിയിൽ 2, പിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ 6. അപ്പോൾ 15 ആകുമ്പോൾ പിയിൽ 3 ആകും. അപ്പോഴും നമുക്ക്
ഈ 10 ഇലക്ട്രോണിന് പകരമായിട്ട് ഏതേ കൊടുക്കുക? നിയോൺ കൊടുക്കുക. 16 വരുമ്പോഴത്തേക്ക് പിയിൽ 4 ആകും. അപ്പോൾ നമുക്ക് നിയോൺ കൊടുക്കാൻ സാധിക്കും. അത് അങ്ങനെ 17 വരെ. 17 ആരാണ്? ക്ലോറിൻ. ക്ലോറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p5. അതുവരെ നമുക്ക് ഈ 10 ഇലക്ട്രോണുകൾക്ക് പകരമായിട്ട് നമുക്ക് നിയോണിൻ്റെ സിമ്പൽ കൊടുത്തും കൊണ്ട് ബാക്കി 3s2 3p5 എഴുതാം. അപ്പോൾ ഹീലിയം ഉപയോഗിച്ച് എഴുതി, നിയോൺ ഉപയോഗിച്ച് എഴുതി. 3 മുതൽ ഏകദേശം 9 വരെയുള്ള അറ്റോമിക് നമ്പർ വരുന്ന മൂലകങ്ങളായ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഫ്ലൂറിൻ അവയുടെയൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ ഹീലിയം ഉപയോഗിച്ച് എഴുതാം. 11 സോഡിയം മുതൽ ക്ലോറിൻ വരെയുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോമിൽ നിയോൺ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇനി 19 മുതൽ 35 വരും. ക്രിപ്റ്റോൺ 36 ആണ് ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോണിന് മുൻപ് 34 വരെയുള്ള എലമെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഏതുപയോഗിക്കാം? ആർഗൺ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. നോക്കാം, നമുക്കൊന്ന് എഴുതി. 19 പൊട്ടാസ്യം 19 1s2 2s2 2p6 3s2 3p6 4s1. അപ്പോൾ തൊട്ടടുത്ത നിയറസ്റ്റ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18 ആണ്. 18 വരുന്നത് ഇവിടം വരെ ആകുമ്പോഴാണ് 18 ആകുന്നത്. 18 എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗണിൻ്റെ സിമ്പൽ AR. ബാക്കി നമുക്ക് 4s1 എഴുതാം ആർഗൺ ഉപയോഗിച്ച്. മറ്റൊരു എക്സാമ്പിൾ കൊബാൾട്ട് 27. അങ്ങനെ എഴുതാം നമുക്ക്. 1s2 2s2 2p6 3s2 3p6 3d7 4s2 അല്ലേ? പി കഴിഞ്ഞാൽ എസ്സിലോട്ടാണ് പോകേണ്ടത്. എസ് കംപ്ലീറ്റ് ആയിട്ടാണ് ഡിയിലേക്ക് പോകുന്നത്. എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ 4 10 12 18 25 2 27. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നോബിൾ ഗ്യാസ് എലമെൻ്റ് ആയിട്ട് വരുന്നത് ഏതേ വരുന്നുള്ളൂ? ആർഗണേ വരുന്നുള്ളൂ 18. അപ്പോൾ ഇത് നമുക്ക് 18 ചേർത്ത് ആർഗൺ എഴുതുകയാണെങ്കിൽ ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടിട്ട് നമുക്ക് ബാക്കി എത്ര വരെ എഴുതാം? 3p6 മുതൽ എഴുതേണ്ടി വരും. 3p6 3d7 4s2. അടുത്തത് സിങ്ക് 30 വരുമ്പോൾ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 നമ്മളിവിടെ എഴുതുന്നു. പിന്നെ 3d10 പോകുന്നു. അപ്പോൾ ഏകദേശം 30 ഇലക്ട്രോണായി. നേരത്തെ പറഞ്ഞതുപോലെ 18 വരെ നമുക്ക് ആർഗൺ കൊടുക്കാം. റിമൈനിങ് പാർട്ട് 3p6 3d10 4s2. അപ്പോൾ നോബിൾ ഗ്യാസ് എലമെൻസിൻ്റെ സിമ്പൽ ഉപയോഗിച്ച് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത്? ഇത് പല കുട്ടികൾക്ക് സംശയം ഉണ്ടാകുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒരു എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നോബിൾ ഗ്യാസ് എലമെൻസിൻ്റെ സിമ്പലാണ്.
ആരൊക്കെയാണ് നോബിൾ ഗ്യാസ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ, ഓർഗാനിസം. ഹീലിയം അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റോൺ 36, സിനോൺ 54, 54, റഡോൺ 86 and ഓർഗാനിസം 118. ഇവ ഉപയോഗിച്ചാണ് ഹയർ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. നിങ്ങൾക്ക് SLCക്ക് ഏകദേശം ആർഗൺ വരെയുള്ള എലമെൻറ്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. ആദ്യത്തെ 3 എണ്ണം ഹീലിയം, നിയോൺ, ആർഗൺ. അതുമായി ബന്ധപ്പെട്ട് ഒരു അസൈൻമെൻറ്റ് ടീച്ചർ തരുന്നു. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഫോളോയിങ്. എ, നിയോൺ ഉപയോഗിച്ചിട്ട് തന്നില്ല. അപ്പോൾ നിയോൺ വരെ ആകുമ്പോൾ എങ്ങനെ എഴുതും? ആർഗൺ ആകുമ്പോൾ ഇതുവരെ എഴുതണം. ക്രിപ്റ്റോണും തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. There is an assignment in your text, page 15, that is, find out the preceding noble gas and complete the table 1.7. അതായത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 15 ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അത് ഏത് നോബിൾ ഗ്യാസ് ആണ് അവിടെ വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട്, എന്നിട്ട് അത് പൂരിപ്പിക്കാനും. അതിൻ്റെ ആൻസർ ടേബിൾ ടീച്ചർ കാണിക്കുന്നുണ്ട്.